ഹലോ. ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2026 സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അവസരം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുകൾക്കൊപ്പം ഈ കഴിഞ്ഞ ദിവസം ചില ജില്ലകളിൽ അനുവദിച്ച 120 അഡീഷണൽ ബാച്ചുകളിലെ ഒഴിവുകളും കൂടി പരിഗണിച്ച് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി ജൂലൈ 25 വേക്കൻസി സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിലവിൽ മെറിറ്റ് കോട്ടയിൽ ഏതെങ്കിലും സ്കൂളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുക. സ്പോർട്സ് കോട്ടയിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ മറ്റ് വിഷയ കോമ്പിനേഷനുകളിലേക്കോ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള കുട്ടികൾക്ക് ജൂലൈ 25 രാവിലെ 10 മണി മുതൽ ജൂലൈ 27 ഉച്ചയ്ക്ക് ശേഷം 1 മണി വരെ ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. നിലവിൽ ഒഴിവുകളില്ലാത്ത സ്കൂളുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും പുതിയ സ്കൂളിൽ ചേരേണ്ടത് അത്യാവശ്യമാണ്. അഥവാ പഴയ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പഴയ സ്ഥലത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും സ്കൂളുകളിൽ നിലവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതൊരു അവസാന അവസരമാണ്. ഇനി ഈ വർഷം മറ്റൊരു അലോട്ട്മെൻറ്റ് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുകയില്ല. ആയതുകൊണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന സംവിധാനത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ ഓൺലൈനായി തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ 27 ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കാണ്. ഏതായാലും ഈ അവസരം പരമാവധി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പഴയ സ്ഥലത്തേക്ക് പോവാനോ പ്രവേശനം നേടാനോ സാധിക്കുകയില്ല. ആയതുകൊണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷം അലോട്ട്മെൻറ്റിന് ശേഷം നിലവിലെവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററിയുമായി ബന്ധപ്പെട്ട വിശദീകരണം സർക്കാർ ഓഗസ്റ്റ് 1 മുതൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.